everyone, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ സ്ലഷ് ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്ത് വരുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യണം. എന്നിട്ട് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കും എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വാട്ടർമെലൺ ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരും പിന്നെ കുറച്ച് പുതിന ഇലയും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. വാട്ടർമെലൺ അത്യാവശ്യം മധുരം ഉള്ളതാണെങ്കിൽ ഇത്ര മധുരം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഇതിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം നമുക്കിതൊരു 6 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. നമുക്കിത് നന്നായിട്ട് കട്ടയായി കിട്ടണം. നമ്മൾ ഫ്രീസറിൽ വെച്ച വാട്ടർമെലൺ ജ്യൂസ് നന്നായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഫോക്ക് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതാ സ്ലഷ് റെഡി ആയിട്ടുണ്ട്. ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് ഭയങ്കര റിഫ്രഷിങ് തരുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇങ്ങനെ കോരി കഴിക്കുന്ന രൂപത്തിലല്ലാതെ നമുക്ക് സ്ലഷ് റെഡി ആക്കാവുന്നതാണ്. നമുക്ക് കട്ടായതിനു ശേഷം അതൊന്ന് ഒരു ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു ജ്യൂസ് പരുവത്തിൽ ഇത് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.